नमस्ते बच्चों, मैंने फिर आ गया तुम्हारे सामने। आज हम एक नए लेसन पढ़ेंगे। उसका नाम है दादी और पोता। क्या है उसका नाम? पुस्तक का नहीं, पाठ का नाम है दादी और पोता। दादी माने क्या है और पोता माने क्या है? आपको मालूम है? तुम्हारे पास है दादी और तुम सब पोता है। क्या है ये दादी और पोता? हाँ, दादी माने അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് പറയുന്ന പേരാണ് ദാദി. പോത്ത ചെറുമകൻ. അപ്പോൾ ഒരു ദാദിയുടെയും ഒരു ചെറുമകൻ്റെയും കഥയാണ് ഇവിടെ പറയുന്നത്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ അമ്മൂമ്മയെന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദിയിൽ രണ്ട് രീതിയാണ്. നമ്മളും പറയും അച്ചമ്മ, അമ്മൂമ്മ അല്ലേ. അപ്പോൾ ദാദി എന്ന് പറയുന്നത് പിതാജിക്ക് അമ്മ, അച്ഛൻ്റെ അമ്മയാണ് ദാദി എന്ന് പറയുന്നത്. അമ്മയുടെ അമ്മയ്ക്ക് എന്താ പറയുന്നത്? മാക്കി മാക്കോ നാനി കഹത്തെ ഹെ. അപ്പോൾ ഇവിടെ അച്ചമ്മയും കൊച്ചുമോനും തമ്മിലുള്ള ഒരു കഥയെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. അപ്പം ഈ കഥയിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ കഹാനിക്കാർ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. നിസ്വാർത്ഥ ഭാവം. നമുക്ക് നിസ്വാർത്ഥമായ ഭാവമാണ് ഉണ്ടാകേണ്ടത്. ഒന്നിനോടും നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ ഒന്നിനെയും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക. ഇനിയും നമുക്ക് വേണോ? നമ്മൾ എന്ത് ചെയ്യണം? കഠിനമായിട്ട് നമ്മൾ പ്രയത്നിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ നിന്ന് ചീന്ന നെഹി ചാഹി, മറ്റുള്ളവരുടെ നിന്ന് നമ്മൾ അതെന്ത് ചെയ്യാൻ പാടില്ല? തട്ടിപ്പറിച്ചെടുക്കുവാനായിട്ട് പാടില്ല. സാത്ത് ഹി ദർശായ ഗയാ കി ലാലച്ച് കി വ്യക്തി കബി കുച്ച് പ്രാപ്ത് നഹി കർത്തെ. അത്യാഗ്രഹിയായ ഒരു വ്യക്തി ഒരിക്കലും ഒരു കാര്യവും നേടിയെടുക്കില്ല എന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. हमेशा हमारे मन में निस्वार्थ का भाव ही रहना चाहिए. ओके, तो हम आगे चलते हैं. पेज नंबर 70. प्रस्तुत कहानी में किसी भी कार्य को निस्वार्थ भाव से करने की प्रेरणा दी गई है. साथ ही दर्शाया गया है कि लालच से व्यक्ति को कभी कुछ प्राप्त नहीं सकता. ये लेसन പറഞ്ഞിരിക്കുന്നത് ഇതാണ്. हमें क्या रखना चाहिए? हमें निस्वार्थ भाव रखना चाहिए. कभी भी लालची मत होना. लालच से कुछ नहीं प्राप्त नहीं होते. ये इसमें पाठ में है. तो आगे चलते हैं. श्रीनिवास नाम एक बालक अपनी दादी के साथ एक नए गांव में रहने आया. वे दोनों गांव के साहूकार के पास पहुंचे. साहूकार अपने तोंद बुलाए कुर्सी पर बैठा था. दादू और पोते ने साहूकार की प्रणाम किया. हम कहते हैं एक बालक का नाम है श्रीनिवास. क्या है? श्रीनिवास अपनी दादी के साथ, श्रीनिवास क्या दिया? अपने दादी के साथ एक नए गांव में रहने आया. कहाँ आया? एक नए गांव में. श्रीनिवास नामक एक लड़का उसका दादी के साथ नए गांव में पुदिया और ഗ്രാമത്തിലേക്ക് किसने आया? रहने के लिए आया. താമസിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു. वे दोनों गांव के साहूकार के पास पहुंचे. उस गांव में एक साहूकार थे. മണി ലെൻഡർ, അതായത് പണം കടം കൊടുക്കുന്ന ആളിനെയാണ് സാഹൂക്കാർ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ പലിശക്കാരെന്ന്? അങ്ങനെ ഒരു പലിശക്കാരനുണ്ടായിരുന്നു. ഉസ്കെ പാസ് ഗേ, അയാളുടെ അടുത്തേക്ക് ചെന്നു. സാഹൂക്കാർ അപ്നി തോന്ത് ഫുലായെ കുർസി പർ ബൈഠാ താ. കൈസേ ബൈഠാ താ? തോന്ത് ബുലായെ. തോന്ത് എന്ന് പറയുന്നത് എന്താണ്? കൊടവേറ കേട്ടോ, ബെല്ലി. തോന്ത് ഫുലായെ, അതിനെ ഇങ്ങനെ തടവിക്കൊണ്ട് എവിടെ ഇരിക്കുകയായിരുന്നു? കുർസി പർ ബൈഠാ താ, ഒരു കുർസി ചെയറിലിരിക്കുകയായിരുന്നു. दादी और पोते ने साहूकार को प्रणाम किया. जाकर उसने क्या किया? उसे देकर ही प्रणाम कर दिया. दादी ने उससे कहा, मालिक हम परदेशी है. എന്താ പറഞ്ഞത്? അല്ലയോ മാലിക്, യജമാന, ഹം പർദേശി ഹേ. ദൂരദേശത്ത് നിന്ന് വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർദേശി. മറ്റൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ പർദേശികളാണ്. അന്യ ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്, അന്യദേശക്കാരാണ്. ദൂസരെ ഗാവ് സെ ആയേ ഹേ. ഞങ്ങൾ എവിടെ നിന്നാണ് വന്നത്? വേറൊരു ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. अब यही रहना चाहते हैं. अब हम
यहाँ रहना चाहते हैं, ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. आप हमें सिर छिपाने की जगह दे दे, आपकी मेहरबानी है. आपको क्या करहाने, आपको हमको सिर छिपाने के लिए एक जगह देना है. ഞങ്ങളുടെ തല ചായ്ക്കാനായിട്ട് ഒരു സ്ഥലം തരണം. അത് താങ്കളുടെ മെഹർബാനി, എന്താണ്, താങ്കളുടെ ഒരു സൗജന്യമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ താങ്കളോട് കടപ്പെട്ടവരായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. साहूकार ने मन में सोचा, बिना दाम के 2 मजदूर मिल रहे हैं, इन्हें क्यों छोटा जाए. हाँ, तो साहूकार ने ऐसे सोचा, बिना मजदूर से, കൂലിയൊന്നും കൊടുക്കാതെ, मुझे क्या मिल रहे हैं, 2 नौकरों को मिल रहे हैं. എനിക്ക് 2 വേലക്കാരെ കിട്ടുക, ജോലി എന്താ, ഞാൻ പൈസയൊന്നും കൊടുക്കണ്ട, പിന്നെ ഞാൻ അവർക്ക് തല ചായ്ക്കാൻ സ്ഥലം കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് ഓർത്തു. वह बोला, मेरे घर के पिछवाड़े में थोड़ा कूड़ा पड़ा हुआ है, उसे उड़ाकर खूरे पर फेंक दो और ज़मीन की सफाई करके तुम अपनी चौपड़ी डालो. എന്താ പറഞ്ഞത്? वह बोला, मेरे घर के पिछवाड़े, पिछवाड़े मीन्स ബാക്ക്യാർഡ്, ബാക്ക്യാർഡാണ്, അത് പുറകുവശത്ത്. थोड़ा कूड़ा पड़ा हुआ है, കുറച്ച് കൂടാ കച്ചടെ, വേസ്റ്റൊക്കെ കിടക്കുന്ന സ്ഥലമുണ്ട്. उसे उठकर കൂരെ पर फेंक दो, അതിനെ എടുത്ത് എന്ത് ചെയ്യുക, കൂര, അതിടേണ്ട സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് ഇറക്കുക. और ज़मीन की सफाई करके, ആ ज़मीन മീൻസ് എന്താണ്, ലാൻഡ്, ആ ലാൻഡ് ക്ലീൻ ചെയ്യുക. തും അപ്പിനി ചോപ്പടി ഡാലോ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ചോപ്പടി ഹട്ട്, ഒരു ചെറിയ ഹട്ട് അവിടെ ഉണ്ടാകുക. യു ബിൽഡ് യുവർ സ്മോൾ ഹട്ട് ദേ എന്ന് പറഞ്ഞു. दादी ने पूछा, साहूकार जी उसका किराया क्या लगेगा. ഉടനെ അമ്മുമ്മ ചോദിച്ചു, ഉസ്കാ റെൻറ്റ്, കിരായ മീൻസ് റെൻറ്റ്, അതിൻ്റെ റെൻറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു. साहूकार ने झट से बताया, मेरे घर में 4 भैंसें, 3 बैल और 4 गायें हैं, उन सबको चराना होगा, उनके गोबर को पात कर उपले बनाने होंगे और उपले बेचकर उनके पैसे मुझे देने होंगे, वही उसका किराया होगा. तो उसने कहा, क्या कहा, मेरे घर में, എൻ്റെ വീട്ടിൽ, 4 ഭൈംസേ, ഭൈംസ് എന്ന് പറയുന്നത് എന്താ മക്കളെ, ബഫലോ. ഇപ്പം എത്ര ബഫലോ ഉണ്ട്, 4 ബഫലോസ് ഉണ്ട്. 3 ബൈൽ, ബൈൽ എന്ന് പറയുന്നത് ഓക്സ് ആണ്. ഓർ 4 ഗായേ, ഗായ എന്ന് പറയുന്നത് കൗ. ഇപ്പം എന്തൊക്കെയാണുള്ളത്, 4 ഭൈംസേം, 4 ബഫലോസ്, 3 ഓക്സ്, 4 കൗസ്. ഉൻ സബ്കോ ചരാന ഹോഗ, നമുക്ക് എന്ത് ചെയ്യണം, ഇനി അതിനെയൊക്കെ കൊണ്ടുപോയി തീറ്റി എടുപ്പിക്കണം, ഫീഡണം, അവരെയൊക്കെ എന്ത് ചെയ്യണം, ഫീഡ് ചെയ്യിക്കണം, അവരെയൊക്കെ ഓരോ സ്ഥലത്തും കൊണ്ട് മേയ്ക്കാനൊക്കെ വിടണം. ഗോബർ കോ പാത്കർ അപ്പനെ ബനാനെ ഉഫലെ ബനാനെ ഹോങ്കെ, പിന്നെന്താണ് ഗോബർ, ഗോബർ എന്ന് പറയുന്നത് ഡഫാണ്, ഇത് നമ്മുടെ ചാണകമാണ്. ചാണകത്തെ എന്ത് ചെയ്യണം, ഉഫലെ ബനാനെ ഹോങ്കെ, നമ്മൾ ചാണക വരളി എന്ന് പറയുമല്ലോ, കണ്ടിട്ടില്ലേ, മരിപ്പ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചാണകത്തെ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ വെച്ച് കത്തിക്കത്തില്ലേ, അതിനെയാണ് ഇവിടെ ഉഫലെ എന്ന് പറയുന്നത്. ആ ഗോബർ കൊണ്ട് എന്തുണ്ടാക്കണം, ഉഫലെ ഉണ്ടാക്കണം. ഓർ ഉഫലെ ബേച്ച്കർ ഉൻകെ പൈസ മുझे देने, മാത്രമല്ല അത് ഉഫലെ ഉണ്ടാക്കി അതിനെ ഉണക്കി വിൽക്കണം, വിറ്റിട്ട് കിട്ടുന്ന പൈസ എനിക്ക് തരണം, ഇതാണ് ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്. ബച്ചോ, ആജ് ഹം യഹാം സമാപ്ത് കർത്തി ഹേ. ധന്യവാദ്.